കണ്ടറിവ്, കൊണ്ടറിവ്, കൊടുത്തറിവ്, വാങ്ങറിവ്, വകതിരിവ്, തിരിച്ചറിവ് എന്നാണ്. അപ്പൊ ഇതില് നമുക്ക് ഏറ്റവും വേണ്ടത് തിരിച്ചറിവാണ്. നമ്മുടെ അമ്മയെയും പെങ്ങളെയും അതുപോലെ അയൽവാസിയെയും നമ്മുടെ സഹോദരിമാരെയൊക്കെ നമ്മൾ തിരിച്ചറിയാനുള്ള കഴിവാണ് മനുഷ്യന് ഏറ്റവും വലുത്. അപ്പൊ രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ ഞാൻ രാഷ്ട്രീയ വിമർശനമൊക്കെ നിർത്തിയ ഒരു വ്യക്തിയാണ്. നിർത്തി ഇങ്ങനെ സൈലന്റ് ആയിട്ട് രാഷ്ട്രീയം ഇങ്ങനെ പതുക്കെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അതിനിടെയാണ് നമ്മുടെ എന്താ പറയാ വാവിട്ട വാക്കും കൈവിട്ട കല്ലും എന്ന് പറഞ്ഞ് വായി തോന്നുന്നത് കോതയ്ക്ക് പാടുന്ന നമ്മുടെ PC അണ്ണന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടത്. മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളാണ്, അങ്ങനെയാണത്. മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളാണ്, അവരെല്ലാം പാകിസ്ഥാനിലേക്ക് പോകണം. എന്താ ഈ മുസ്ലിങ്ങളൊക്കെ പാകിസ്ഥാനിൽ നിന്നാണ് PC വന്നത്? ഈ ക്രിസ്ത്യാനികളൊക്കെ എവിടുന്നാ വന്നത്? PC അതുകൊണ്ടൊന്ന് പറയാം. PC ക്രിസ്ത്യാനിയാണല്ലോ. മുസ്ലിങ്ങളോട് പാകിസ്ഥാനിലേക്ക് പോകാൻ പറയുന്ന ഈ PC ജോർജ് എവിടുക്കാ പോവാ? ഈ ഇന്ത്യ രാജ്യത്തിന്റെ ഉത്ഭവം മുതൽ അല്ലെങ്കിൽ തുടക്കം മുതൽ ക്രിസ്ത്യാനികളും മുസ്ലിംസ് ഒന്നും ഇവിടെ അല്ല, ഇതൊക്കെ ഇവിടെ വന്നു ചേർന്നവരാണ്. ഈ പാകിസ്ഥാനിലേക്ക് മുസ്ലിങ്ങളോട് പോകാൻ പറഞ്ഞ PC ജോർജ് ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ക്രിസ്ത്യാനിയോടും പോകാൻ പറയും കേട്ടോ. പിന്നെ വേറൊന്ന് പറയണത്, ഇന്ന് PC ജോർജ് സംസാരിക്കുന്നതും ഒക്കെ BJPയുടെ ലേബിളാണ് അല്ലെ, BJPയുടെ ലേബിൾ നിന്നുകൊണ്ടാണ്. അതുകൊണ്ട് ഈ PC ജോർജിനെ നിയന്ത്രിക്കേണ്ട BJPക്കാരോട് എനിക്ക് പറയാനുണ്ട്. കാരണം ഈ BJPയെ സ്നേഹിക്കുന്ന, BJPയിൽ പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് BJPക്കാർ മുസ്ലിങ്ങളുണ്ട്. ഇന്ന് ലക്ഷദ്വീപിലുള്ള മുസ്ലിങ്ങൾ നിങ്ങൾ നോക്ക്, ഇന്ത്യ രാജ്യത്തിലെ മുസ്ലിങ്ങൾ മലയാളം സംസാരിക്കുന്ന ലക്ഷദ്വീപിൽ ഏകദേശം 80-90% മുസ്ലിങ്ങൾ ലക്ഷദ്വീപുകാർ മുസ്ലിങ്ങളാണ്. അതിൽ ഏകദേശം 60-70% ആൾക്കാർ BJPക്കാരാണ് അല്ലെ. ലക്ഷദ്വീപിലെ മുസ്ലിങ്ങൾ ഇവരൊക്കെ ഇതിൽ പെടുന്നു. മുമ്പ് പ്രധാനമന്ത്രി ലക്ഷദ്വീപിൽ ചെന്നപ്പം അവിടെ മറ്റുള്ള മതസ്ഥരെ കാണാനേ പറ്റിയില്ല. അവിടെ സംസാരിക്കുന്നത് മുഴുവനും പ്രധാനമന്ത്രിയെ കുറിച്ചാണ്, പ്രധാനമന്ത്രി ചെയ്ത നന്മകളെ കുറിച്ചായിരുന്നു അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം, വായിക്കണം. ഇപ്പൊ PC കുറെ ആൾക്കാർ ലൈവിലിട്ടല്ലേ, റാഷിദ്, സലീം, ഗോവിന്ദരാജ്, എല്ലാവരും വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് ഹായ് പറ, അതുപോലെ ഒന്ന് ലൈക്ക് അടിക്കുക, ഒന്ന് പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക. ചില കാര്യങ്ങൾ വളരെ ഗൗരവമുള്ള കാര്യം തന്നെ പറയുന്നത്. ഈ കേരളം നമ്മൾ ജനിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഇങ്ങനെ ഓരോന്ന് കേട്ട് വളർന്നുകൊണ്ടിരിക്കുക. ഈ മുസ്ലിങ്ങള് 27-30% ഇന്ത്യ രാജ്യത്ത് മുസ്ലിങ്ങളുണ്ട് അല്ലെ. ഈ മുസ്ലിങ്ങൾ ഇന്ത്യ രാജ്യത്തുണ്ട്. ഇനിയിപ്പോ 2000 ഒരു ലോക ഒരു ഇത് വന്നിട്ടുണ്ട്, ഒരു സ്റ്റേറ്റ്മെന്റ്. അതായത് 2050 കൂടി ലോകത്ത് 1ാം സ്ഥാനത്ത് വരാൻ പോകുന്നത് മുസ്ലിങ്ങളാണെന്നാണ് പുതിയ കണക്ക്. ലോകത്ത് ഇന്നിപ്പോ 2ാം സ്ഥാനത്താണ് മുസ്ലിങ്ങൾ നിൽക്കുന്നത്. ലോകത്ത് 2ാം സ്ഥാനത്ത് ജനസംഖ്യയില് മുസ്ലിങ്ങളാണ് 2ാം സ്ഥാനം, 3ാം സ്ഥാനത്താണ് ഹൈന്ദവർ നിൽക്കുന്നത്. മനസ്സിലുണ്ടോ? അത് മറികടന്ന് 1ാം സ്ഥാനത്തേക്ക് മുസ്ലിം ജനസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. മുസ്ലിങ്ങളെ വെറുപ്പിച്ചിട്ടും മുസ്ലിങ്ങളെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ജീവിതം നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. അതുപോലെ ക്രൈസ്തവരെ വെറുപ്പിച്ചിട്ടും ക്രൈസ്തവരെ മാറ്റി നിർത്തിയിട്ടുള്ള ഒരു ജീവിതം, ഹൈന്ദവരെ വെറുപ്പിച്ചിട്ടും ഹൈന്ദവരെ മാറ്റി നിർത്തില്ല. ഒരാളെയും നമ്മളെ വെറുപ്പിച്ചിട്ടും മാറ്റി നിർത്തിയിട്ടൊന്നും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല.